സാറിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കത് നിർത്തണം, അല്ലെങ്കിൽ ഞാൻ മടുത്തു, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. കാര്യം എന്തുകൊണ്ടോ ഒരു പ്രശ്നം വന്നാൽ ഞാനൊരു ഒന്നും കൂടി കൂടുതൽ ഊർജ്ജസ്വലനാവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതുവരയ്ക്ക് ഞാനിങ്ങനെ പമ്മിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ അത് എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയണ മാതിരി അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള കാരണം കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലാതിരിക്കില്ല. ഏത് സ്ഥാപനത്തിലും ആയാലും പ്രശ്നമുണ്ടാവും. പക്ഷെ നമ്മളത് തന്ത്രപൂർവ്വം അഭിമുഖീകരിക്കണം, പ്രതിസന്ധി സോൾവ് ചെയ്യണം, അല്ലാതെ മുന്നോട്ട് പോവില്ലല്ലോ. അതിപ്പോൾ ഏത് മേഖലയിലും ആണെങ്കിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇത്രയധികം വ്യവസായങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അവരോടും കൂടി മത്സരിച്ചാണ് വി-ഗാർഡ് നിൽക്കുന്നത്. അപ്പം സാറ് എന്തു തന്നെയാലും സാറ് അതിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോഴും സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഒരു ഉപദേശവും ഒക്കെ അവർക്കുണ്ടാവുമല്ലോ. എങ്ങനെയാണ് വി-ഗാർഡിൻ്റെ ഒരു വിജയരഹസ്യം ഇവരടുത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ? ഈ ഒരു ചോദ്യം പണ്ട് തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എങ്ങനെ ഇത് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കുറേ മാതൃകകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ടാറ്റ ഗ്രൂപ്പുണ്ട്, ഗോദ്രേജ് ഗ്രൂപ്പുണ്ട്, സൗത്ത് ഇന്ത്യയിൽ തന്നെ TVS ഉണ്ട്, മുരുകപ്പ ഉണ്ട്. ഇവരൊക്കെ 3ഉം 4ഉം തലമുറ നിലനിന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി പഠിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു ഘടകമുണ്ടായത് ഒരു പബ്ലിക് ഇഷ്യൂ പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, പുതിയ ഫാക്ടറി കെട്ടിപ്പടുക്കണമെങ്കിൽ പണം വേണം. അപ്പോൾ അത് ബാങ്ക് ലോൺ ഒരുപാട് എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ. കാര്യം നമ്മുടെ ഷെയർ കുറയും, എന്നാലും പബ്ലിക്കിന് ഷെയർ കൊടുത്ത് പണം പിരിച്ച് പുതിയ ഫാക്ടറികൾ വികസിപ്പിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പബ്ലിക് ലിമിറ്റഡ് ആയിപ്പോൾ, അതായത് ലിസ്റ്റഡ് കമ്പനി ആയപ്പോൾ തന്നെ അതിനൊരു കൂട്ടുത്തരവാദിത്വമായി. അതായത് ഞാൻ മാത്രമല്ല, അതുകൂടാതെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിൻ്റെ ചട്ടക്കൂടുകളനുസരിച്ച് അതിൻ്റെ ഡയറക്ടേഴ്സ് പുറത്തുനിന്നുണ്ട്. അവരോട് നമ്മൾ ഉത്തരം പറയണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കുറേ കൂടി അടുക്കും ചിട്ടയൊക്കെ അവിടെ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ അവരും ആ ഒരു പാത്ത് ഫോളോ ചെയ്യേണ്ടി വന്നു. അതേസമയം ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് ഇപ്പോൾ നമുക്ക് പോലും അറിയില്ല. ആ വിധത്തിൽ കുറേ കൂടി ട്രാൻസ്പാരൻസി, പിന്നെ പൊതുവെ ഞാൻ ഒരു ക്വാളിറ്റി കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, പിന്നെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ പാലിക്കണം, ലോ അബൈഡിങ്, അതായത് ഇപ്പോൾ ടാക്സ് കൊടുക്കുന്നിടത്ത് ടാക്സ് കൊടുക്കണം, അല്ലാതെ വെറുതെ ആ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇത് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ ഒരു ദുരഭിമാനമാണെന്ന് വെച്ചോ. അപ്പോൾ അതൊക്കെ പിന്നീട് എനിക്ക് നേട്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ.